പനയമ്പാടത്ത് അപകടത്തിൽപ്പെട്ട വാഹനം പോലീസ് ഇപ്പോൾ ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തുകയാണ്. അഷ്കർ അലി കരിമ്പ വിവരങ്ങളുമായി. അഷ്കർ, ഇപ്പോൾ ഫോറൻസിക് പരിശോധന തുടങ്ങിയോ? എന്താണിപ്പോൾ അവിടെ നിന്ന് നൽകാവുന്ന പുതിയ വിവരങ്ങൾ? ഈ വാഹനമാണ് ഇന്നലെ അപകടത്തിൽപ്പെട്ട് 3 വിദ്യാർത്ഥികളുടെ മരണത്തിന് കാരണമായത്. അതിൻ്റെ ഫോറൻസിക് പരിശോധന ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഫോറൻസിക് ഉദ്യോഗസ്ഥർ അതിലെ സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തു. ഫോറൻസിക് ഉദ്യോഗസ്ഥർ അത് പൂർത്തിയാക്കി ഇപ്പോൾ അതിൻ്റെ പോലീസ് സ്റ്റേഷൻ്റെ അകത്തേക്ക് നീങ്ങിയിരിക്കുകയാണ്. അവർ ഈ വാഹനത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് മേൽ മറിഞ്ഞ വാഹനത്തിലുണ്ടായിരുന്ന രക്തസാമ്പിൾ അടക്കമുള്ള കാര്യങ്ങൾ ശാസ്ത്രീയ പരിശോധനകളുമാണ് പൂർത്തിയാക്കിയത്. നമുക്ക് സർ, ഇപ്പോൾ ഫോറൻസിക് പരിശോധന പൂർത്തിയായി. ഫോറൻസിക് പരിശോധന പൂർത്തിയായി എൻ്റെ സാമ്പിള് കളക്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. എന്തൊക്കെ സാമ്പിളുകളാണ് ഇപ്പം പെയിൻറ്റ്, പിന്നെ പരുക്കുപറ്റിയവരുടെ ബ്ലഡ് സാമ്പിള്, അതിൻ്റെയൊക്കെ ഇതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഫിംഗർ പ്രിൻറ്റ്, പിന്നെ മോട്ടോർ വെഹിക്കിൾ പരിശോധന നടത്തിയിരുന്നു. മോട്ടോർ വെഹിക്കിളിൻ്റെ പരിശോധന പൂർത്തിയായി. അതിൻ്റെ പരിശോധനയും പൂർത്തിയായിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ വല്ലതും ഇപ്പോൾ നിലവിൽ കണ്ടെത്തിയിട്ടുണ്ടോ? ബ്രേക്കിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ വല്ലതും നിലവിൽ ഒന്നും കണ്ടിട്ടില്ല. അത് മോട്ടോർ വെഹിക്കിളിൻ്റെ കൂടുതൽ പരിശോധനയിലെ വ്യക്തമാകുകയുള്ളൂ. ഇതിലിപ്പോൾ ഡ്രൈവറിൻ്റെ അടക്കമുള്ള ഫിംഗർ പ്രിൻറ്റുകളും മറ്റും ശേഖരിച്ചിട്ടുണ്ട്. സ്മൃതി ഈ സൂചിപ്പിച്ചതുപോലെയാണ് ഫോറൻസിക് പരിശോധന ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. അതിൽ ഉദ്യോഗസ്ഥർ വന്ന് ഇതിൽ നിന്നും ഈ വിദ്യാർത്ഥികളുടെ മേൽ മുകളിൽ വീണപ്പോൾ അതിൽ പരിക്ക് പറ്റുന്ന ഘട്ടത്തിൽ ഈ ലോറിയിലുണ്ടായിരുന്ന രക്തത്തിൻ്റെ സാമ്പിളുകളും മറ്റും ഉണ്ടായിരുന്നു. ആ സാമ്പിളുകൾ പരിശോധിച്ചു. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഡ്രൈവർ ഇരുന്ന ഭാഗത്ത് നിന്നും ഡ്രൈവറുടെ ഫിംഗർ പ്രിൻ്റ് ഉൾപ്പെടെയുള്ള സാമ്പിളുകളും ഫോറൻസിക് ഉദ്യോഗസ്ഥർ ശേഖരിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഇപ്പോൾ ഈ പരിശോധന പൂർത്തിയാക്കി ഉദ്യോഗസ്ഥർ ഇവിടെ നിന്നും മടങ്ങിയത്. ഇതിലേറ്റവും നിർണായകമായ അപകടത്തിലേറ്റവും നിർണായകമായ ഒന്നുകൂടിയായിരുന്നു ഈ ഫോറൻസിക് പരിശോധന. അതിനോടൊപ്പം തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിശോധനയും ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. വാഹനത്തിൽ ഏതെങ്കിലും തരത്തിൽ സാങ്കേതിക തടസ്സങ്ങളുണ്ടോ, ശാസ്ത്രീയ തടസ്സങ്ങളുണ്ടോ എന്നുള്ളത് കൂടി കണ്ടെത്താൻ വേണ്ടിയാണ് അത്തരത്തിൽ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പരിശോധന കൂടി നടത്തിയിരുന്നത്. ആ പരിശോധനയും ഫോറൻസിക് പരിശോധനയുമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ഇതിൻ്റെ മറ്റ് വാഹനത്തിൽ തട്ടിയപ്പോൾ ഇതിലുണ്ടായിരുന്ന പെയിൻറ്റുകളും അതുപോലെ തന്നെ അവിടെ മറിഞ്ഞപ്പോഴുണ്ടായ ഇതിലുണ്ടായ മറ്റ് സാമ്പിളുകളടക്കമുള്ള കാര്യങ്ങളും ഇപ്പോൾ ഫോറൻസിക് ഉദ്യോഗസ്ഥർ ശേഖരിച്ചിട്ടുണ്ട്. സ്മൃതി, അഷ്കർ, ഇപ്പോൾ സിമന്റുമായി എത്തിയ ലോറിയാണല്ലോ അപകടത്തിൽപ്പെട്ടത്. ഈ വാഹനത്തിന്റെ പഴക്കമടക്കമുള്ള കാര്യങ്ങളിൽ എന്താണ് ഇപ്പോൾ പറയുന്നത്? സ്മൃതി, ആ കാര്യങ്ങളൊക്കെ തന്നെ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിച്ച് വരികയാണ്. ഇപ്പോൾ കല്ലിക്കോട് SHO ആണ് നമ്മളോട് സംസാരിച്ചത്. പ്രാഥമികമായി അതിൽ അപാകതകൾ കണ്ടെത്തിയിട്ടില്ല. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപകടത്തിൽ നമുക്ക് ഈ ലോറിയോടൊപ്പം തന്നെ മറ്റൊരു ലോറി കൂടി നമുക്ക് കാണിക്കേണ്ടതുണ്ട്. സ്മൃതി, ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാൻ കഴിയും. ഇതിൻ്റെ മറുഭാഗത്തായി, പോലീസ് സ്റ്റേഷൻ്റെ മറുഭാഗത്തായി തന്നെ അത്തരത്തിൽ ഒരു വാഹനം കൂടി നിർത്തിയിട്ടിട്ടുണ്ട്. ആ ലോറിയുടെ പിൻവശമാണ്. ആ ലോറിയുടെ പിൻവശം നമുക്ക് കാണാൻ കഴിയും. ചെറിയ തോതിൽ അപകടത്തിൽപ്പെട്ട രീതിയിൽ പൊളിഞ്ഞു നിൽക്കുന്നുണ്ട്. ആ ലോറിയുടെ പിൻഭാഗമാണ് യഥാർത്ഥത്തിൽ സ്കിഡ് ആയിക്കൊണ്ട് ഈ പറയുന്ന സിമെൻറ്റ് ലോറിയുടെ ഡ്രൈവർ ക്യാബിനിൽ വന്ന് തട്ടുന്നത്. ആ ഡ്രൈവർ ക്യാബിനിൽ തട്ടിയപ്പോഴാണ് പിന്നീട് ഈ വാഹനം നിയന്ത്രണം വിട്ട് ആ വിദ്യാർത്ഥികളുടെ മേൽ മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ കേരള രജിസ്ട്രേഷനിലുള്ള വാഹനം മണ്ണാർക്കാട് ഭാഗത്തു നിന്നും പാലക്കാട്ടേക്ക് വരികയായിരുന്നു. പക്ഷേ ആ വാഹനം പെട്ടെന്ന് വെട്ടിക്കുന്നതിനിടെ അതിൻ്റെ പിൻഭാഗം ഇത്തരത്തിൽ ഈ നിർത്തിയിട്ടിരിക്കുന്ന നമ്മൾ അപകടത്തിൽപ്പെട്ട ഈ വിദ്യാർത്ഥികളിലേക്ക് മേൽ മറിഞ്ഞ ഈ കേരള രജിസ്ട്രേഷൻ വാഹനത്തിൻ്റെ മേലിലേക്ക്, അഥവാ കാസർഗോഡ് സ്വദേശികളായ മഹേന്ദ്ര പ്രസാദും വർഗീസുമായിരുന്നു ഈ വാഹനത്തിലുണ്ടായിരുന്നത്. ഇവർ ഓടിച്ചിരുന്ന ഈ വാഹനത്തിൻ്റെ ഡ്രൈവർ ക്യാബിനിൻ്റെ ഈ ഭാഗത്ത് തന്നെ വന്ന് ഇടിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഈ ഡ്രൈവർ ക്യാബിനിൻ്റെ ഈ ഭാഗത്ത് വന്ന് ഇടിച്ചതോടെ തന്നെ ഈ വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ട ഈ വാഹനം ഈ ഭാഗത്തേക്ക് തന്നെയാണ് മറിഞ്ഞ് വീണത്, ഈ ഭാഗത്തേക്ക് തന്നെ. പക്ഷേ ആ സമയത്ത് അവിടെ കുട്ടികളുണ്ടായിരുന്നു, 4 വിദ്യാർത്ഥികളുണ്ടായിരുന്നു. ഈ 4 വിദ്യാർത്ഥികളുടെ മുകളിലേക്ക് ഈ വാഹനം അങ്ങനെ മറിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വിദ്യാർത്ഥികൾക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പോലും സാധിച്ചില്ല. മാത്രമല്ല ഒരുപാട് സമയം ഈ വിദ്യാർത്ഥികൾ ഈ വാഹനത്തിൻ്റെ അടിയിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിലുള്ള സാമ്പിളുകളാണ് ഇപ്പോൾ ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് ശേഖരിക്കുകയും ചെയ്തത്. രക്തത്തിൻ്റെ സാമ്പിളുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഫോറൻസിക് സംഘം പരിശോധന പൂർത്തിയാക്കി ഇവിടെ നിന്ന് ശേഖരിക്കുകയും ചെയ്തു. സ്മൃതി, ശരി. കല്ലടിക്കോട് പനയമ്പാടത്ത് അപകടത്തിൽപ്പെട്ട വാഹനം പോലീസ് ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങളും പ്രതികരണവുമാണ് അഷ്കർ അലി നൽകിയത്.